ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണല്ലേ, ഇഷ്ടം പോലെ ചക്ക എല്ലാവർക്കും കിട്ടും. അത് ഏത് ടൈപ്പ് ചക്ക ആയാലും മതി കേട്ടോ. ചക്ക വെച്ച് ചെയ്യാൻ പറ്റുന്ന, നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചക്ക മധുരത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ അമൃതം പൊടി കൂടി ചേർത്തിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ചക്ക നമ്മൾ നന്നായിട്ട് ഉലിഞ്ഞെടുത്തതിന് ശേഷം ഇതേപോലെ ജാറിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ചക്ക ഒരു 3-4 മണിക്കൂറൊക്കെ പുറത്തെടുത്ത് വെച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. പിന്നെ ചക്ക വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് വെള്ളം ചേർക്കണം, പെട്ടെന്നല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇനി ഇതുപോലെ അമൃതം പൊടിയുടെ പാക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യണത്. ഇനിയിപ്പോൾ ഈ പൊടി ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഇത്തിരി വെള്ളം, 1/4 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ പൊടിയിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പൊടി പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ. നമ്മൾ സാധാരണ പൊടി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ചേർത്തിട്ടൊക്കെയല്ലേ മിക്സ് ചെയ്യണം. ഇങ്ങനെ ആകുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഈ പൊടിക്ക് പ്രത്യേകിച്ചൊരു കണക്കില്ല, എങ്കിലും ആദ്യം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇത് റെഡിയായി ഫൈനൽ സ്റ്റേജിലെത്തുന്ന സമയത്ത് ഒരുപാട് കുറുകിപ്പോകും. അപ്പോൾ ആ ഒരു ടൈമിൽ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കിയൊന്നും എടുക്കണ്ട. നമ്മൾ സാധാരണ ചക്ക പായസം ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടൊക്കെയല്ലേ ചെയ്യണേ. ഇത് ചെറിയ പീസ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതുപോലെ നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഇതുപോലുള്ള പായസങ്ങളൊക്കെ റെഡിയാക്കണം. അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രം കട്ടിയില്ലാത്തതൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് അടുക്കി പിടിക്കും. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നല്ല കുറുകിയിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുകയാണ്. പിന്നെ ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചക്കയുടെ മധുരം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ചക്കക്ക് അത്യാവശ്യം നല്ല മധുരമുള്ളതൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ തരി ഇതുപോലെ പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ശർക്കര കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കാം. അടിയിലിങ്ങനെ ഊറി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പൊടിച്ച് വെച്ചിരിക്കണതെന്ന് ഇതിപ്പോൾ ഞാൻ ഏലക്കയുടെ തരിയും കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് മുഴുവൻ ഏലക്ക പൊടിച്ചാലും മതി കേട്ടോ. ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരിത്തിരി നേരം കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വന്നോളും. നമ്മളിതിൽ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എളുപ്പം പണിക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പം പശുവിൻ പാലാണല്ലോ. വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴേക്കും സെറ്റാകും. പിന്നെ ഒരിത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെറുതെ ഇത്തിരി നെയ്യ് ചേർക്കണേ ഉള്ളൂ. അതല്ല നട്ട്സും എല്ലാം വറുത്ത് ഇടുന്നവർക്ക് അങ്ങനെ ചേർക്കാം. ഇവിടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ നട്ട്സും മുന്തിരിയൊന്നും എങ്ങനെയാലും ചേർക്കണത്. പിന്നെ അത് ചേർത്താൽ തന്നെ പിന്നെ അതൊക്കെ പെറുക്കി മാറ്റിയിട്ട് വേണം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. അപ്പോൾ അതിലും നല്ല ഇത്തിരി ഇതേപോലെ നെയ്യ് ചേർത്താൽ മതിയല്ലോ. പിന്നെ നട്ട്സൊക്കെ നമുക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ടൊക്കെ ചേർക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ പണിയല്ലേ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പണികളല്ലേ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാനിഷ്ടം. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചക്ക കയ്യിൽ കുറേ കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അട ചെയ്യട്ടെ എന്ന് വെച്ചപ്പോൾ അട ആർക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചക്കയുടെ ഇങ്ങനെ ഓരോ വെറൈറ്റികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ കഴിച്ചോളും. ഇങ്ങനെ മധുരം കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഭക്ഷണത്തിന് ശേഷം വൈകുന്നേരം വിശക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ നല്ല റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഗ്യാസ് ഞാൻ ഓഫാക്കി, എങ്കിലും നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് കണ്ടോ തിളച്ചുകൊണ്ടേ ഇരിക്കണം കണ്ടോ.
അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കുക. അല്ലെങ്കിൽ നമ്മൾ കൈ എടുക്കാതെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പൊടിയൊക്കെ ചേർത്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് ചിലവായി പോണ കാര്യങ്ങളാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.